ഇപ്പൊ നിധിയുള്ള ഭൂമി അത് പറഞ്ഞോട്ടെ. നിങ്ങൾക്ക് കണ്ടാ മനസ്സിലാക്കാൻ പറ്റും? മനസ്സിലാക്കാനൊക്കെ ജ്യോതിഷത്തിലൂടെ അറിയാമല്ലോ. ജ്യോതിഷം നോക്കുന്ന ഒരാൾക്കറിയാം ഈ ഭൂമിയിൽ നിധിയുണ്ടോ ഇല്ലയോ. അതെങ്ങനെ? അതിന് കുറെ കാര്യങ്ങളുണ്ട്. ഒന്നാമത് ഉപാസനാ ബലമുള്ള ഒരാൾ, മന്ത്രശക്തിയുള്ള ഒരാൾ ജ്യോതിഷം നോക്കുമ്പോൾ എളുപ്പം അറിയാം. അതെങ്ങനെയെന്നുള്ളത് അത് അവരിൽ മാത്രം ഒതുങ്ങുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ സാറിനെ ഞാൻ എന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു, ആ ഭൂമിയിൽ പ്രത്യേകത എനിക്കറിയാം. വന്ന് നിന്നാൽ അറിയാം. ജ്യോതിഷം നോക്കിയാൽ അറിയാം നിങ്ങൾക്ക് ഭൂമിയിൽ. അപ്പൊ അത് സ്വാഭാവികമായ ഒരു കാര്യമാണ് ജ്യോതിഷത്തില്. ചിലർക്ക് അത് റീഡ് ചെയ്യാനുള്ള ശേഷി വളരെ കൂടുതലാണ്. ഈ നിധി പിന്നെ എടുക്കുന്ന, അതിലേക്കാണ് ഞാൻ വരുന്നത്. സർപ്പങ്ങളെ ആവാഹിച്ച് കാവലിരുത്തിയിട്ടായിരിക്കും വെച്ചു കൊടുക്കുന്നത്. ഈ സർപ്പങ്ങൾ ഇതിന് ചുറ്റി തിറ കൂടി ഇങ്ങനെ ഇരിക്കും. അതിനെ അതിജീവിച്ചുകൊണ്ട് ഈ സ്വർണം എടുക്കുക ബുദ്ധിമുട്ടാണ്. രത്നങ്ങളും സ്വർണമൊക്കെ എടുക്കുന്ന ബുദ്ധിമുട്ടാണ്. അതിന് ഈ സർപ്പങ്ങളെ ഒഴിച്ച് ആവാഹിച്ച് മാറ്റാൻ തന്നെ മന്ത്രങ്ങളുണ്ട്. ഈ മന്ത്രവും ജപിച്ചിട്ട് ഈ സർപ്പങ്ങളെ അവിടുന്ന് ഒഴിപ്പിച്ച് മാറ്റിയാലേ എടുക്കാൻ ഒക്കും, അല്ലെങ്കിൽ അത് കൊല്ലും. അങ്ങനെയുണ്ട്. ചിലത് അർഹിക്കാത്തവരെടുത്താൽ അവർക്ക് നാശം വരും. അതിനുമുണ്ട് ഇപ്പൊ സ്പെഷ്യൽ മന്ത്രങ്ങളും ഒക്കെ. ചിലത് ചില കാലയളവിൽ പൊങ്ങി വരുമെന്നാണ് പറയുന്നത്. ഈ മന്ത്രങ്ങൾ പിൽക്കാലത്ത് പോയി. ഒന്നാമത് തന്ത്രശാസ്ത്രവും ആഗമശാസ്ത്രങ്ങളും, ആഗമം, യാമലം, മുഖ്യം എന്ന് പറഞ്ഞ 3 വിഭാഗങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ ഏറെക്കുറെ നശിച്ച ഒരു കാലയളവിലാണ്. മാഞ്ഞു പോയിരിക്കുന്ന ഒരു കാലയളവിൽ എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ സ്വരൂപിച്ച് പഠിച്ചിരിക്കുന്നവർ മാത്രമുള്ള ഒരു കാലയളവിലൂടെയാണ് പോകുന്നത്. അപ്പോൾ ഒരുപാട് രഹസ്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടിരിക്കുക. സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.